ഹലോ ഫാമിലി, അപ്പോൾ ഇതൊരു ഇൻട്രോ ഇല്ലാത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു പ്ലാനാണ്. നമുക്ക് തിരുവില്ലാമല വില്വാദ്രിനാഥ ടെമ്പിളിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞാനും വീണയും മേമയും കൂടിയാണ് കേട്ടോ പോയത്. ഞാനുണ്ടല്ലോ ഈ ഒരു അമ്പലത്തേക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ്. എന്താ പറയുക, ഭയങ്കര കാം ആൻഡ് പീസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. വന്നാൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് മനസ്സിന്. അങ്ങനെ ഇതാ പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്തു, പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. സൈഡിലൊരു കുട കണ്ടോ, ആ കുട കണ്ടപ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു കുട വാങ്ങണം എന്നൊരു ആഗ്രഹം കേട്ടോ. എവിടെ കിട്ടാമെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ. അവിടെ വിഷ്ണുവിൻ്റെ അമ്പലം, അയ്യപ്പൻ്റെ അമ്പലം, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കുറേ നേരം അവിടെ ആ പാറൻ്റെ പുറത്തൊക്കെ ഇരുന്നിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് കാമാവും. എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ പോയിട്ടുണ്ടല്ലോ, നമ്മളൊരു ഫ്രഷ് ആവും കേട്ടോ മൈൻഡ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു. പിന്നെ നമ്മളൊരു താഴെ ഒരു അമ്പലമുണ്ട്, അയ്യപ്പനും ശിവനും പാർവതിയൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴാണ് രണ്ട് പശുക്കുട്ടികളെ കണ്ടത്. അപ്പം വീണ് അതിനെ പോയി തൊടുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടത്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ആ പശുവിനെ നമ്മളെ അറിയില്ലല്ലോ. നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശുവാണെങ്കിൽ കൂടി കുഴപ്പമില്ല, ഇത് മറ്റേ കുത്തു എന്തെങ്കിലും ചെയ്താലോ. അങ്ങനെ അവിടെയൊക്കെ തൊഴുതി കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര കാമായിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ ഉണ്ടല്ലോ ഒരാളാരും കാണാണ്ട് അങ്ങോട്ട് ഒളിച്ചിരിക്കണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു ആരാണ്, തവള സാറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ മീനുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു കുഞ്ഞു മീൻകുട്ടികളുണ്ടായിരുന്നു. ഗപ്പി ഫിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാലിലൊക്കെ എന്താണ് ഓറഞ്ച് കളറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ താമര ഉണ്ടായിരുന്നു, വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ താമരക്കുളം എന്നല്ലേ പറയുക. അപ്പോൾ അവിടെയും കുറേ മീനുകളുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും കല്ലിങ്ങനെ മേലേക്ക് വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും, നിങ്ങൾക്ക് അറിയുകയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കല്ല് മേലേക്ക് വെക്കണത് എന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇങ്ങനെ കല്ലൊക്കെ മേലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെയാണ് നമ്മളവിടെ, ഞാൻ വരുമ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിലൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ കുറേ മോതിരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മോതിരത്തിനോട് ഇപ്പോൾ ഭയങ്കര ഒരു ക്രേസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് നോക്കി. സ്വാഭാവികമായിട്ടും എൻ്റെ കൈക്ക് അത് പാകമായില്ല. അപ്പോൾ അത് മാറ്റി വീണയാണ് തപ്പി കണ്ടുപിടിച്ചത് കേട്ടോ. അതാ ഈ ഒരു മോതിരം, ഇതെനിക്കിഷ്ടമായി. പക്ഷേ അവൾ പിന്നെയും തപ്പിയപ്പോൾ ഈ ഒരു അടിപൊളി എവിലൈൻ്റെ മോതിരം കിട്ടിയിട്ടോ. അപ്പം അതാണ് ഞങ്ങൾ എടുത്തത്. ഇത് എൻ്റെ സൈസിന് ഉണ്ടായിരുന്നില്ല. ഈ ഒരു എവിലൈൻ്റെ മോതിരം അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പോൾ നമ്മൾ അവിടെയുള്ള രാജ ഹോട്ടലിലാണ് കേട്ടോ പോയത്. അവിടെ രാവിലെ നെയ്റോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി അവർ ഓണിയൻ റോസ്റ്റ് ഉണ്ടാക്കി തന്നു. അപ്പോൾ അവർക്ക് താങ്ക് യു പറയാൻ പറ്റിയില്ല, എന്നാലും ഇത് കാണുകയെന്ന് വെച്ചാൽ താങ്ക് യു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബസ്സിൽ കയറി. ലിപ്സ്റ്റിക്ക് അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോഴാണ് ഫേസിന് ഒരു തെളിച്ചം വന്നത്. അത്രയും നേരം വെയിലൊക്കെ കൊണ്ട് ഭയങ്കര ഡള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് കേട്ടോ വാങ്ങിയ മോതിരം. അപ്പോൾ അത്രയേ ഉള്ളൂ, പറയണ്ടല്ലോ. ശരി എന്നാൽ.